നമസ്കാരം. ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അന്നദാനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മുതൽ സദ്യ നൽകി തുടങ്ങും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറാണ് സദ്യ ആരംഭിക്കുന്ന വിവരം പങ്കുവച്ചിട്ടുള്ളത്. 7 തരം വിഭവങ്ങളുമായാണ് അയ്യപ്പ ഭക്തർക്ക് സദ്യ നൽകുക. ചോറ്, പരിപ്പ്, സാമ്പാർ, അവിയൽ, അച്ചാർ, തോരൻ, പപ്പടം, പായസം എന്നിങ്ങനെ ചുരുങ്ങിയത് 7 വിഭവങ്ങളാണ് സദ്യയിൽ ഉണ്ടാവുക. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെയാണ് സദ്യ വിളമ്പുക. സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസുമാണ് ഉപയോഗിക്കുക. പൂർണ്ണമായി പ്ലാസ്റ്റിക് വിമുക്തം, അതാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം. നിലവിൽ 4000-ഓളം ഭക്തരാണ് ദിവസവും അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. സദ്യ നടപ്പാക്കി തുടങ്ങിയാൽ എണ്ണം കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട്. പുതിയ ഒരു സമീപനത്തിന്റെ ഭാഗമായാണ് ഭക്തർക്ക് സദ്യ വിളമ്പി നൽകുന്നത്. ശബരിമലയിൽ എത്തുന്ന ഓരോ ഭക്തനെയും ഞങ്ങൾ പരിഗണിക്കുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഈ സമീപനം ശബരിമലയുടെ മറ്റ് എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്. സദ്യയ്ക്കുള്ള പായസം ഓരോ ദിവസവും മാറി മാറി വരും. അതായത് ഇന്ന് തിങ്കളാഴ്ച ദിവസം പാൽപ്പായസമാണെങ്കിൽ അടുത്ത ദിവസം അടപ്പായസം, പിറ്റേ ദിവസം കടലപ്പായസം, അങ്ങനെ ഓരോ വിവിധ തരത്തിലുള്ള പായസങ്ങളായിരിക്കും ഉണ്ടാകുക. മണ്ഡലകാലം തുടങ്ങി 2 ആഴ്ച പിന്നിടുമ്പോൾ തീർത്ഥാടനം സുഗമമായ നിലയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമേകുന്നതാണ് ദേവസ്വം ബോർഡിന്റെ അന്നദാനം. 10,000-ലധികം പേരാണ് ദിവസവും അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. 3 നേരമാണ് സന്നിധാനത്ത് ഭക്തർക്ക് ഭക്ഷണം വിളമ്പുന്നത്. രാവിലെ 6 മണി മുതൽ 11 മണി വരെയും രാവിലത്തെ ഭക്ഷണമായ പ്രഭാത ഭക്ഷണമായ ഉപ്പുമാവ്, കടലക്കറി, ചുക്കുകാപ്പി, തിളപ്പിച്ചാറ്റിയ വെള്ളം എന്നിവ നൽകും. ഉച്ചയ്ക്ക് 12-ന് ആരംഭിക്കുന്ന ഉച്ചഭക്ഷണം 3:30-ക്കാണ് അവസാനിക്കുക. നിലവിൽ ഉച്ചയ്ക്ക് പുലാവ്, ദാൽ കറി, അച്ചാർ എന്നിവയാണ് നൽകുന്നത്. അതിനു പകരമാണ് നിലവിൽ 7 വിഭവസമൃദ്ധത്തോടു കൂടിയ സദ്യ ഇപ്പോൾ വിളമ്പാൻ പോകുന്നത്. വൈകിട്ട് 6:45-നാണ് അത്താഴ വിതരണം. ഇത് നട അടയ്ക്കുന്നത് വരെ ലഭിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഞ്ഞിയും പുഴുക്കുമാണ് അത്താഴത്തിന് നൽകുന്നത്. മാസപൂജയ്ക്കടക്കം നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം അന്നദാനമുണ്ട്. മകരവിളക്കിന് പ്രത്യേക സൗകര്യമൊരുക്കും. പാചകത്തിനും വിളമ്പുന്നതിനും ശുചീകരണത്തിനുമായി 235 ജീവനക്കാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഭക്തർ കഴുകി വയ്ക്കുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളും ഡിഷ് വാഷർ ഉപയോഗിച്ച് വീണ്ടും ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കും. ഒരേ സമയം 1000-ഓളം പേർക്ക് ഭക്ഷണം വിളമ്പുന്ന ഇവിടെ തിരക്ക് കൂടുന്നതനുസരിച്ച് കൂടുതൽ പേരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ക്രമീകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.